ഐസാണ് നമ്മൾ ഗുളികന്തര കയറി പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാണ് കേട്ടോ. പക്ഷേ അമ്പലം ക്ലോസ്ഡ് ആണ്. ഇല്ലടാ അങ്ങോട്ട് ചോദിച്ചോ, അമ്പലം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ അമ്പലം എന്നും തുറക്കില്ല, അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാം. കണ്ടോ ഇവിടെ? ഇതാണ് അമ്പലം. എന്താ ഇവിടെ വരാണ് നമ്മൾ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. വാവുത്താ അടിപൊളി. ഇവിടെ വരെയാണ് നമ്മുടെ അമ്പലമുള്ളൂ. അതിൻ്റെ മുകളിൽ അവിടെ റിസോർട്ടാണ് ഗൈസ്. ഇങ്ങോട്ട് പോവാം, പ്രാർത്ഥിച്ചോ, എന്നിട്ട് പോവാം. വൈബാണ് ഗൈസ്. വൈബ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വൈബാണ് ഇവിടെയൊക്കെ. കരിമ്പ് പക്ഷേ അമ്പലത്തിലെ കരിമ്പ് അതൊന്നും ഓടിക്കാൻ പാടില്ല. വലിയൊരു കഴിച്ചു ഗൈസ് നമ്മൾ നടന്നു പോവാണ്. മോസ്റ്റ് ഇരുട്ടാണ്. സമയം ഇപ്പം 7 മണി അങ്ങനെ ആയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. നമ്മളിതിലങ്ങനെ പോവാണ്. ഹായ്, നല്ല സ്മെല്ല് കേട്ടോ. അമ്പലം എന്ന് പറയുമ്പോൾ നല്ല മണം. ആടാ എല്ലാ ബ്രാഹ്മണനെ കാണാൻ നോക്കി. അയ്യോ, അപ്പോൾ ഇവിടെ ആരുടെ വിളക്കാതെ കത്തിക്കുന്നത് പൊന്നുണ്ണി? അറിയില്ല. ഇപ്പോൾ വന്നവരാ അങ്ങോട്ട് പോയി. അവരാണോ? അമ്പലത്തിലെ ആൾക്കാരായിരിക്കും. നല്ല സ്മെല്ല്. ഇടയ്ക്കാണ് ഇവിടെ പൂജ ഉണ്ടാകുന്നത്. നല്ല മണം. അപ്പോൾ നമ്മളങ്ങനെ ഒരു അടിപൊളി വൈബ് കഴിഞ്ഞിട്ട് ഗൈസ് വീട്ടിലേക്ക് തിരിക്കാനല്ലേ. ഇനി ഓൺ ദ വേ വീട്ടിലെ വൈബ്സൊക്കെ നമുക്ക് നോക്കാം അല്ലേ മക? ഉത്രാടത്തിന് നമുക്ക് അടിപൊളിയായിട്ട് അമ്പലത്തിൽ വരാൻ പറ്റി. പക്ഷേ അമ്പലം ഞാൻ പറഞ്ഞില്ല എന്നും പൂജയില്ലായിരുന്നു. ഗുളികന്തരയിലൊക്കെ കയറി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അറിയില്ലടാ, സ്പെഷ്യൽ ഡേയ്സിലായിരിക്കും അല്ലേ. റോഡ് കാണുന്നില്ല മൊത്തം എടുത്തിട്ട്.